അനോണിമസ് ആയ ഒരു ശബ്ദരേഖയാണ്. ഇതിലിപ്പം VP സജീന്ദ്രന്റെ ശബ്ദരേഖ കേൾക്കുന്നില്ല, ഈ പറയുന്ന പൂജയുടെ ശബ്ദമില്ല, മറ്റേ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ശബ്ദം. അങ്ങനെ ആണെങ്കിലല്ലേ നമുക്ക് ഒരു തെളിവായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ തെളിവെടുക്കണ്ട, നിങ്ങളുടെ തെളിവൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാനായിട്ടുള്ള അവകാശം പോലും, നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണത്. അത് വിട്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാന് ഇവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. റിപ്പോർട്ടർ ചാനലിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല. ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് വരെ പറയരുത്. ലൈസൻസ് ഇല്ല. നിങ്ങളത് ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് പുറത്ത് വിടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല എന്നാണ്. ശരി, ആയിക്കോട്ടെ. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. താങ്കൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മറുപടി നൽകും. 2-ാം തീയതി പൂട്ടിക്കുന്നല്ലേ പറയുന്നത്, 6-ാം തീയതി എന്തൊന്നും പറയാനില്ലേ? വേറെ ആർക്കെങ്കിലും എന്ന് ചോദിക്കാനുണ്ടോ? ഇതിലേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സജീന്ദ്രന്റെ അടുത്തേക്ക് പോവുക. ഞാൻ ഇന്ന സമയം കൃത്യമായിട്ട് പറയും. 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് സജീന്ദ്രന്റെ വെള്ള ഇന്നോവ കാറിൽ സജീന്ദ്രനടക്കം CP ജോയി അടക്കം ഉണ്ടായിരുന്ന ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു. ഇതിന്റെ സൂത്രധാരകരാരാണെന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ വിവരം കിട്ടിയതിനനുസരിച്ച് 28-ാം തീയതി പൂജയോട് ചോദിക്കും, ഇവരെ വിളിച്ചോ, ഈ ശബ്ദം ഞാൻ കേൾപ്പിച്ചോ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇവരാരെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം നിഷേധിക്കട്ടെ, അപ്പൊ തെളിവ് കൊണ്ടുവരും. ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞത്, ഇനി അവര് പറഞ്ഞെങ്കിൽ ഞാൻ പറയാം. അവര് പറഞ്ഞു എനിക്ക് NDA, അതായത് ഞാൻ 2020 നിന്നോളാം, BJPയുടെ ഒരു പരിപാടിക്കും എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. അവർ പറഞ്ഞു. ഇനി അവർ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഇവരെല്ലാവരും ഉണ്ട്, ഞാൻ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു, ചക്കയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. ശരി, ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം. ഇത്രയുണ്ടായി. ആയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല. ഇതിലേ ഞാൻ ആദ്യമേ തന്നെ NDA ചേർന്നപ്പോൾ ചിലരൊക്കെ രാജിവെച്ച് പോയി. ഞാൻ അന്ന് പറഞ്ഞെന്താ, അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അവർക്ക് രാജിവെച്ച് പോകാം. കാരണം ആശയപരമായിട്ട് ഞങ്ങളുണ്ടായിരുന്ന നിലപാടിൽ നിന്ന് വേറെ നിലപാടിലേക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ആളാണത്. ഇവിടെയും അത് തന്നെ എടുത്ത് ഒരു മെമ്പർക്ക് പോലും ഞാൻ ആ സ്വാതന്ത്ര്യം കൊടുത്തു. അവർ പറഞ്ഞു ഞാൻ 2020 തെരഞ്ഞെടുത്ത ആളാണ്, എനിക്ക് BJPയുടെ പരിപാടിയിൽ ഞാൻ പറഞ്ഞില്ല വരണമെന്ന്. അവർ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞില്ല. അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം എന്താ കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലല്ലോ, 20 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് കുറ്റം. അത് ചോദിച്ചു നോക്ക്, അന്നേരം മനസ്സിലാവും. ഓക്കെ. 28-ാം തീയതി അവിടെ വിളിപ്പിച്ചപ്പോ ഈ ശബ്ദരേഖ കേൾപ്പിച്ചപ്പോ നിങ്ങളിവിടെ ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതിന് ശേഷം ഈ പ്രസിഡന്റ് ഏതെങ്കിലും പരിപാടിയിൽ, അതായത് പ്രചരണ രംഗത്ത് 2020 വിളിക്കുന്ന എല്ലാ പരിപാടികളും വരാറുണ്ട്. മുന്നണിയുമായി ബന്ധപ്പെട്ട NDAയുടെ മീറ്റിംഗ് അങ്ങനെ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഞാൻ അന്വേഷിച്ചിട്ടില്ല ആ കാര്യത്തില്. ഇതില് 2020യുടെ മീറ്റിങ്ങുകൾ ഒരുപാട് കൂടെ നടന്നിട്ടുണ്ട്. ഞങ്ങളത് NDAയുടെ മീറ്റിംഗ് ആയിട്ട് കൂടെ നടന്നിട്ടില്ല, ഞാൻ വിളിച്ചിട്ടുമില്ല. അതിലെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതെ, അതിന് കാശ് മേടിച്ചല്ലോ രാജിവെക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്, അവർക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അവർക്ക് രാജിവെക്കാം, പോകാം, കുഴപ്പമില്ല. പക്ഷേ 2020യുടെ മുന്നണിയിൽ നിന്ന് പോകുമ്പോൾ 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് 2 മാസം മുമ്പാണ് ഞാൻ ചേർന്നത്. 2 മാസം കഴിഞ്ഞിരിക്കുന്നു, 9 ആഴ്ചയായി. ഇപ്പോഴാണ് അവർ രാജിവെക്കുന്നത്. എന്താ അഭിപ്രായ വ്യത്യാസം? എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? അതിനങ്ങനെയാണ് അന്നേ രാജിവെക്കണ്ടേ? പിറ്റേ ദിവസം എത്ര ആളുകൾ രാജിവെച്ചു?
മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെച്ചു അല്ലേ? എന്താ ഇവർ രാജിവെക്കാന്? അപ്പോ തെരഞ്ഞെടുപ്പിൽ കാശ് ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പോ രാജിവെച്ചു. അപ്പൊ NDA ചേർന്നോണ്ടല്ല രാജിവെച്ചത്, 20 ലക്ഷം കൈ കിട്ടിയപ്പോ രാജിവെച്ചു. അതാണ് ഇത് തെളിയിക്കുന്നത്. മറ്റൊരു ആരോപണം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി എന്നതാണ്. അതായത് ഫോൺ റെക്കോർഡ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതിനു മുൻപ് ഒരു ആള് അംഗത്വം രാജിവെച്ച് പോയപ്പോൾ അദ്ദേഹത്തെ വണ്ടി ഇടിച്ചു മരിച്ചു. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ആര് വണ്ടി അടിച്ച് മരിച്ചു? ഒരു അംഗം രാജിവെച്ചു. ആരാണത്? ഏതംഗം? നിങ്ങൾ ചുമ്മാ റെക്കോർഡില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ ചോദിക്കുന്നേ, ഏത് അംഗം മരിച്ചു? നിങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ഞാൻ ചോദിക്കണേ, ഏതംഗം മരിച്ചു? പിന്നെ നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളോട് സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒച്ചയെടുക്കാം. ചോദിക്കാൻ ഞാൻ മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾ എന്താ ചോദിച്ചേ? ഞാൻ ഇതൊന്ന് പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നതാണ്. എന്ത്? രാജി പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചപ്പോൾ ഇതിനു മുൻപ് ഇത്തരം ഒരു രാജി ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ വണ്ടി അടിച്ച് മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവര് ആ സംഗതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പ്രതിഫലം ഞാൻ തരാം. നിങ്ങൾ ഫോണിൽ അതല്ലേ പറഞ്ഞത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന പ്രതിഫലം തരാന്ന് പറയാം. നിഷേധിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്നു. ഇതിന് എന്നാ നിങ്ങൾക്ക് മനസ്സിലായത്? പിന്നെ മലയാളമല്ലേ പറഞ്ഞത്? നിഷേധിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത്? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു വോയിസ് റെക്കോർഡ് ഉണ്ടാവില്ലോ. ഫോണിൽ എല്ലാത്തിലും റെക്കോർഡ് ഉണ്ടല്ലോ. ഞങ്ങള് റെക്കോർഡല്ലേ ഇപ്പൊ കേൾപ്പിച്ചത്. ആയിക്കോട്ടെ, നിങ്ങൾ അത് കൊണ്ടുപോകുന്ന ഇതിലേ നിഷേധിക്കട്ടെ. ഞാൻ കൃത്യമായിട്ട് സമയം വെച്ച് ഇന്ന കളറ് ഇന്ന കാറിൽ ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതായിക്കോട്ടെ, സമയമാണല്ലോ പറഞ്ഞത്, കൃത്യസമയം. അത് കഴിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് കയറിയ കാര്യം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ആരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കരുതാം. ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. 27-ാം തീയതിയാണ് ഡീൽ ഉറപ്പിക്കുന്നത്. ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിവരം എനിക്ക് കിട്ടിയപ്പോൾ 28-ാം തീയതി ഇവരെല്ലാവരെയും ഞാൻ വിളിച്ചു, സംസാരിച്ചതാണ്. പൂജ പറയട്ടെ ഇല്ല എന്നുള്ളത് ഈ വോയിസ് അവരെ കേൾപ്പിച്ചതാണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മെമ്പർമാരും പൂജയായിട്ടുള്ള ഡിസ്കഷൻ എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ നിങ്ങൾ സംസാരിക്കുകയല്ലേ ചെയ്യുമോ? ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ 6 പേരും ഒറ്റക്കെട്ടാണ്. പക്ഷെ NDAയിൽ പ്രവേശിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ പഞ്ചായത്തില് ആണെങ്കിൽ കൂടെ പഞ്ചായത്തില് നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് അകൽച്ചയിലായിരുന്നു ഞങ്ങൾ പ്രസിഡന്റായിട്ട്. പണം കൊടുത്തതിന് എന്തെങ്കിലും ഒരു തെളിവ് കയ്യിലുണ്ടോ? പുറത്തു വേണ്ടല്ലേ, കയ്യിലുണ്ടോ? പണം കൊടുത്തതായിട്ട് പറഞ്ഞില്ലല്ലോ. ഡീല് എന്ന് പറഞ്ഞ് പണം കൊടുത്തെന്നാണോ? അതായത് ആരെങ്കിലും അങ്ങനെ ഇന്ന് കൊടുത്ത് ആരെയും മുമ്പിൽ വെച്ച് ക്യാമറയിൽ വെച്ചാണോ കൊടുക്കുന്നത്?